ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ രാജഗിരി ഇടക്കോളനി ഊരുകൂട്ട് നഗറിൽ ഒറ്റയാനിറങ്ങിയ പ്രദേശം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. താമസില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത് കുറച്ചായിട്ട്. അപ്പൊ ഇന്നലെ രാത്രി വന്നിട്ടാണ് നമുക്കിപ്പം പേടിയായിട്ട് ഇവിടെ ഇനിയിപ്പോ കിടക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടിപ്പം നമ്മള് അവിടെ ഓടി പോയി കമ്പിയോലിക്ക് എത്തി മറ്റേ മോഹൻദാസിന്റെ അവിടെ നിന്ന് വീണ്ടും ഒരെണ്ണം കൂടി കൊടുത്തു. അപ്പൊ അവിടുത്തെ തോട് കാണും. തോടിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരെണ്ണം കൂടി കയ്യിൽ ഇരിപ്പില്ല. പിന്നെ അതുകൊണ്ട് നോക്കട്ടെ തോട്ടിൽ ചെന്നപ്പോ ഇല്ല പോയത്. പ്രദേശവാസികളുടെ ആശങ്കകളും പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിനായി നടത്തിയ സന്ദർശനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KD പ്രവീൺ, ലീന വില്യംസ് എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ വിജി കെ ജോൺ, പ്രിൻസ് വെള്ളക്കട, മാനുവൽ M, ജമീല കോളേത്ത് എന്നിവരും പങ്കെടുത്തു. വന്യജീവി ശല്യം തടയുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെടുമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പഞ്ചായത്ത് തലത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും അംഗങ്ങൾ അറിയിച്ചു. ഈ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ജോസിഗിരി ഭാഗത്തുള്ള രാജഗിരി എടക്കോളനി ഭാഗത്ത് ആന ഒറ്റയാൻ ഇറങ്ങിയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് മെമ്പറിൻ്റെ വിളിച്ചു പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വന്നു കണ്ട സാഹചര്യത്തിൽ ഇവിടെ താമസിക്കുന്ന വീട്ടിൻ്റെ മുകളിലേക്ക് തെങ്ങ് ആന മറിച്ചിട്ട അവസ്ഥ ഉൾപ്പെടെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ തളിപ്പറമ്പ് റേഞ്ച് ഓഫീസറെയും ഉള്ള ആളുകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി അവർ സംഭവസ്ഥലം സന്ദർശിച്ച് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശങ്ങൾ ചെയ്യാമെന്ന് അറിയിപ്പ് തന്നിട്ടുമുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൻ്റേതായിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ അടിയന്തര ഘട്ട പ്രാധാന്യത്തോടു കൂടി സോളാർ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് വേലിക്ക് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബന്ധപ്പെട്ട ഭാഗത്തുള്ള ആന ഇറങ്ങുന്ന പ്രദേശത്തുള്ള ആളുകളുടെ നിർദ്ദേശാനുസരണം ഏത് ഭാഗത്താണോ അത് വേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം തീരുമാനം എടുത്തു വെച്ചിട്ടുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഭാഗത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ആരായഞ്ഞ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. സംസ്ഥാന തലത്തിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നബാർഡിൻ്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിലേക്കും 1 കോടിയോളം രൂപ ഫണ്ട് നബാർഡിൻ്റെ ഭാഗമായിട്ട് സോളാർ ഫെൻസിങ് ഭാഗമായിട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ലഭിക്കുന്ന മുറയ്ക്ക് ചെറുപുഴ പഞ്ചായത്തിലെ ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ആ ഒരു പൈസ വെച്ച് മൊത്തത്തിലുള്ള ഈ തൂക്കുവേലിയിൽ നമുക്ക് ഫണ്ട് തികയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം എന്നേക്കും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനമായിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് കാത്തിരിക്കുന്നു. അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. മലയോരത്തിന്റെ